ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടർ വൈജയന്തിയുടെ അടുത്തേക്ക് പോവാണ്. ആ സമയത്തായിരിക്കും ബാലേന്ദ്രൻ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഡോക്ടർ ചെന്നിട്ട് ചോദിക്കും, ഭാര്യയെ കണ്ടോ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നന്നായിരിക്കുന്നു, ഇന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് ഉണ്ടായേക്കും, പിന്നെ അവിടെ പരിചരിക്കാൻ ആളുണ്ടല്ലോ, ഹോം നേഴ്സൊക്കെ സ്വന്തമായിട്ടുള്ളവരല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബാലേന്ദ്രന് അത് അത്രയ്ക്കാണ്ട് പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് ഡോക്ടർ നേരെ വൈജയന്തിയുടെ അടുത്തേക്ക് പോവാണ്. അവിടെ എത്തി റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചിട്ട് പറയും, ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, കൂട്ടിക്കൊണ്ടുപോകാൻ ഡിസ്ചാർജ് എഴുതിക്കോട്ടെ എന്ന്, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, മരുന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വൈജയന്തിക്ക് ആകെപ്പാടെ ഒരു പരിങ്ങലാണ് കേട്ടോ. അയ്യോ ഡോക്ടറെ, എനിക്ക് നല്ല ഭയങ്കര പെയിനായിരുന്നു, ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല, നട്ടലിനും റിബ്സിനും ഒക്കെ ഭയങ്കര പെയിനായിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ വീണ്ടും ചോദിക്കും, നട്ടലിനും റിബ്സിനോ, അങ്ങനെയാണെങ്കിൽ അതിനൊരു സ്കാനിങ് ഒക്കെ വേണ്ടി വരും എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ, എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോയാലേ ഒട്ടും കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പോവാന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ പറയും, ടെൻഷൻ ഒന്നും ആവണ്ട, എല്ലാം ശരിയായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് ഇറങ്ങുവാണേ. അപ്പോൾ ഡോക്ടർ വീണ്ടും ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരാം. അതെ, നിങ്ങളുടെ വൈഫിന് മറ്റെന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്, റിബ്സിനും സ്പൈനിനും എന്തോ പ്രശ്നമുണ്ട്, ഭയങ്കര പെയിനാണ്, കിടക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും, ഡോക്ടർ തന്നെയല്ല പറഞ്ഞത് ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവുമെന്ന്. ഞാൻ ഡിസ്ചാർജ് എത്തുന്നവരെ അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ അവരുടെ അടുത്ത് പോയപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ തന്നെ നമ്മുടെ ബാലേന്ദ്രന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ പേഷ്യൻറ്റിൻ്റെ തൃപ്തിയാണല്ലോ നമ്മുടെ തൃപ്തി, എല്ലാം സുഖമായിട്ട് വിട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ഡോക്ടർ പറയും, ബാലേന്ദ്രന് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ട് വിട്ടാൽ മതി എന്ന് പറയുമ്പോൾ ഡോക്ടർ അങ്ങ് പോകുക കേട്ടോ. അപ്പോൾ തന്നെ സുലോചനയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ, നീ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ സുലോചന പറയും, നമുക്ക് ചേച്ചിയോടൊന്ന് സംസാരിച്ചാലോ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾ തീരുമാനം എടുത്തു കഴിഞ്ഞു, അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്ന് ചോദിക്കട്ടോ സുലോചന. എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കട്ടെ, ഞാൻ ടൗണിലേക്കാണ്, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ സുലോചനയോട് അവളെ കണ്ടിട്ട് വാന്ന് പറയുമ്പോൾ സുലോചന അങ്ങ് പോവാൻ കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ അലീനയ്ക്ക് ഫോൺ ചെയ്യുന്നു. എന്നിട്ട് പറയും, മോളെ ഇന്ന് ഡിസ്ചാർജ് ഇല്ല, പിന്നെ ഒരു കാര്യം, രോഹിത് ഇതുവരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അച്ഛനോട്, ആ പോക്കത്ര പന്തിയല്ല എന്ന്, കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും സുലോചന പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ റൂമിലോട്ട് കയറുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ വന്ന് ചെയറിട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് പറയും, കൊള്ളാം, നിന്റെ ബുദ്ധി അപാരം തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തി പറയും, എന്നെ കടപ്പാട്ടൂരിക്ക് കടത്തിക്കൊണ്ട് പോകാനുള്ള നിങ്ങളെ ആഗ്രഹം നടക്കത്തില്ല, ഞാനേ കൈകൊണ്ടും കാലുകൊണ്ടും എല്ലാ തീരുമാനം എടുക്കുന്നത് തല കൊണ്ടാന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയും, ഭയങ്കര തലയാ, മരിച്ചു കഴിയുമ്പോഴേ മെഡിക്കൽ കോളേജിന് കൊടുക്കണം, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. നെടുമ്പുരയ്ക്കൽ ചെറ്റക്കുടിയിലല്ല ഞാൻ ജനിച്ചത്, ആരുടെയെങ്കിലും ആജ്ഞയ്ക്ക് കാതോർത്ത് കേട്ട് നിൽക്കുന്നവനല്ല എൻ്റെ അച്ഛൻ, ഞാനേ ഒന്നാന്തരം മാളിക വീട്ടിലാണ് ജനിച്ചത്, എൻ്റെ അച്ഛനെ ജീവിച്ച കാലം മുതലേ രാജാവായിട്ടാണ് ജീവിച്ചതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്ര അടിയൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയും, വൈജയന്തി എന്ന പേരിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിലേ ഏതോ ഒരു പുസ്തകം എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. എനിക്ക് ആ ബുക്ക് എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ പേരിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടിയിട്ട്. എലിയെ പിടിച്ച് ഇല്ലം ചുടുന്നവൾ, അതിൻ്റെ വിപരീത അർത്ഥം കൂടി ഞാൻ പറഞ്ഞുതരാം, അഹന്തയ്ക്ക് കയ്യും കാലും വെച്ചവൾ എന്നൊക്കെ അങ്ങ് പറയാൻ കേട്ടോ ബാലേന്ദ്രൻ. എല്ലാം ചേർത്ത് ഒരു സർവനാമം കൂടെ പറഞ്ഞേക്കാം, കുലട എന്ന് പറഞ്ഞ് അങ്ങ് എണീറ്റ് പോവാൻ കേട്ടോ ബാലേന്ദ്രൻ. ആ പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ വൈജയന്തി ആകെ ഷോക്കായി നിൽക്കുവാണേ. പിന്നീട് കാണിക്കുന്നത് ഹരി ആ ശരണ്യ റബ്ബർ എസ്റ്റേറ്റിന്റെ നടുവിലൂടെ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. ആ കുട്ടിക്ക് ആകെ പേടിയാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, ഇവിടെ ഒരു വീട് പോലും ഇല്ലല്ലോ, ഇത് എങ്ങോട്ടാവും കൊണ്ടുപോകുന്നതെന്ന്. ഇതൊക്കെ അവന്റെ എസ്റ്റേറ്റാ, അവൻ വലിയ കോടീശ്വരനല്ലേ എന്ന് ചോദിക്കുമ്പോൾ കോടീശ്വരൻ എന്താ ഇങ്ങനത്തെ ഒരു റിമോട്ട് സ്ഥലത്ത് വീട് വെച്ചിട്ടുള്ളത്, റോഡ് പോലും ഇല്ലാത്ത സ്ഥലമാണല്ലോ എന്ന് പറയും. അപ്പൊ ഹരി പറയും, നമ്മുടെ കല്യാണം കഴിഞ്ഞാലേ നീ എന്റെ വീട്ടിലല്ലേ താമസിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അത് വലിയ ബംഗ്ലാവല്ലേ, അത്രയും വലിയ വീടൊക്കെ നമുക്ക് എന്തിനാ, അത് മുഴുവൻ ഹരിയേട്ടന് കിട്ടുമെന്ന് ചോദിക്കേ. ഇല്ല, മനുവേട്ടൻ പകുതി അങ്ങ് എടുത്തോണ്ട് പോവും, ഒന്ന് പോടി അവിടുന്ന്, ഇളയ മകനാണ്, തറവാട്ടിൽ അവകാശം, അതുകൊണ്ട് ആ വീട് എനിക്കാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഹരി. എന്നായിരിക്കും നമ്മുടെ കല്യാണം എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയും, ഈ വർഷം കൂടിയല്ലേ എനിക്ക് പഠിപ്പുള്ളൂ, അതുകൊണ്ട് 2 വർഷത്തിനകം നമ്മുടെ കല്യാണം നടത്തണം, അപ്പോൾ എൻ്റെ പഠിപ്പോന്ന് ചോദിക്കുമ്പോൾ നീ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പഠിച്ചാൽ മതി എന്ന് പറയണേ. അപ്പോഴേക്ക് ഹരിയുടെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്, നീ എവിടെ എത്തി, ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് 1 മണിക്കൂറായി, രോഹിത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയേ.
അപ്പോൾ ഹരി പറയും ഞങ്ങൾ ഒരു ബേക്കറിയിൽ കയറി, അതാ ലേറ്റ് ആയത്, ഇതവിടെ അടുത്തെത്തി, ഇപ്പം എത്തും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ശരണ്യ കേൾക്കാൻ വേണ്ടിയിട്ട് കേക്ക് കട്ട് ചെയ്യല്ലടാ, ഞാൻ വന്നിട്ട് കട്ട് ചെയ്താൽ മതി, ഫുഡൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല, നിങ്ങൾ വന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് ആ ഡിഷുകളെ പേരുകളൊക്കെ പറയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ശരണ്യക്ക് സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് രോഹിത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്താ ഇവിടെ കല്യാണം ഉണ്ടോന്ന്. അതേ, ഇവിടെ കല്യാണമാണ്, ശരണ്യെ നമ്മൾ 4 പേരും കൂടെ അങ്ങ് കെട്ടും എന്ന് പറയുമ്പോൾ രോഹിത് പറയും എനിക്കിതൊക്കെ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു, എനിക്ക് പിന്നെ നീ ആദ്യം കെട്ടിക്കോ എന്ന് പറയും. അതേതായാലും വേണ്ട. ഈ ഫുഡൊക്കെ ആരാ വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ തന്നെയാണ് വാങ്ങിയെന്ന്. അങ്ങനെ അതൊക്കെ ഡൈനിങ് ഹാളിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് രോഹിത്തിൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ഹരിയും ശരണ്യയും കൂടെ അങ്ങ് എത്തുക കേട്ടോ. അങ്ങനെ ആ വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ ശരണ്യ ചോദിക്കും ഇതാണ് വലിയ കോടീശ്വരൻ, നിനക്ക് ഈ വീട് പോരല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ബംഗ്ലാവാണെന്ന് എന്ന് പറയുമ്പോഴേക്കും ഒരു കോള എടുത്ത് കുടിക്കും കേട്ടോ ഹരി. നിനക്ക് വേണമെങ്കിൽ 1 2 കവള് കുടിച്ചോ എന്ന് പറയുമ്പോൾ എനിക്ക് കോള ഒന്നും ഇഷ്ടമല്ല, മിനറൽ വാട്ടർ ഉണ്ടോ എന്ന് ചോദിക്കണേ. അതിലാണ് കേട്ടോ സാധനം കലക്കിയിട്ടുള്ളത്. അതങ്ങ് ഹരി കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ചങ്ങ് കുടിക്കുമ്പോൾ അധികം കുടിക്കണ്ട കേട്ടോ എന്ന് പറയാം. അതെന്നെ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഒരുപാട് ഭക്ഷണം ഫ്രിഡ്ജിലുണ്ടേ, അതൊക്കെ കഴിക്കണ്ടേ, വെള്ളം കുടിച്ചാൽ പറ്റുമോ എന്ന് ചോദിക്കാണ്. അപ്പോഴും ശരണ്യ വീണ്ടും കുടിക്കുന്നുണ്ട് വെള്ളം. അപ്പോഴേക്കും ഹരി അങ്ങ് തട്ടി പറിക്കാട്ടോ മതി മതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തന്നെ ശരണ്യ പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഒന്നും വേണ്ട കേട്ടോ. അതെന്നതാടി, എല്ലാ ഫ്രൈഡ് റൈസ് ഒന്നും വേണ്ടെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, സ്ട്രേഞ്ചേഴ്സിൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കരുത് എന്നാണ് നമ്മുടെ ടീച്ചർ പഠിപ്പിച്ചത് എന്ന് പറയും. നിനക്ക് ഞാൻ സ്ട്രേഞ്ചറാണോ? അല്ലല്ലോ, കുറച്ചൊക്കെ ആളുകളെ വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാതെ ഇരുന്നാൽ എന്താ പറ്റുകയെന്ന് ചോദിക്കാട്ടോ ശരണ്യ. അപ്പോൾ ഹരിയോട് ശരണ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ ഒരു ഫംഗ്ഷൻ്റെ മൂഡൊന്നും കാണുന്നില്ലല്ലോ, ഒരു അലങ്കാരം പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ രാത്രിയാണ്, പകലിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, ബർത്ത്ഡേ ഫംഗ്ഷൻ ഉള്ളിലല്ലേ, വീട്ടിൻ്റെ പുറത്തൊക്കെ എന്തിനാ ഇങ്ങനെ അലങ്കാരവും പന്തലും ഒക്കെ ചോദിക്കുക. അങ്ങനെ ഇവർ വന്ന ശബ്ദം കേട്ടിട്ട് ഒരു ഫ്രണ്ട് പറയും ആരെങ്കിലും പുറത്തേക്ക് ഇത് തന്നെ പോകുന്ന പറയുമ്പോൾ രോഹിത് അറിയും അയ്യോ ഞാൻ ഇല്ലാന്ന്. എന്നിട്ട് മറ്റൊരു ചെറുക്കനാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇവരുടെ അടുത്ത് വന്നിട്ട് പറയും പെട്ടെന്ന് വാ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ളതല്ലേന്ന്. അപ്പോഴൊക്കെ ഡോറ് തുറന്നിറങ്ങുമ്പോൾ തന്നെ ശരണ്യയുടെ മുഖത്ത് ഭയമാണ് കേട്ടോ. അതേസമയം രോഹിത് ആണെങ്കിൽ ബീറടിയോട് അടിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്രണ്ട് പറയും എടാ എന്നാ അടിയാണിത്, ടെൻഷൻ കൊണ്ടാന്ന് പറയുമ്പോൾ എന്തിനാ ടെൻഷൻ ചോദിക്കുമ്പോൾ എങ്കിലും ഹരി അവളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നല്ലോ എന്ന് ഓർത്തിട്ടാന്ന് പറയുമ്പോൾ അയാൾ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുകയെ. എന്നിട്ട് പറയും ഓ സുന്ദരി പെണ്ണ്, ഓ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാന്ന് പറയാണ് നമ്മുടെ രോഹിത്. അങ്ങനെ ശരണ്യയും ഹരിയും ആ ഫ്രണ്ടും കൂടെ ഉള്ളിലേക്ക് കയറുന്നു. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട് കേക്ക് എവിടെ, അവരെവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ അടുക്കളയിലുണ്ട്, ഇപ്പം ഇങ്ങെത്തും, നിങ്ങളിരിക്കുക, ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് പോവാണ്. അങ്ങനെ ഹരി ഒരു സോഫയിലേക്ക് അവളെ ഇരുത്തുന്നുണ്ട്. ഹരിയേട്ടാ എനിക്ക് തൊണ്ട വരളുന്നത് പോലെ വെള്ളം വേണമെന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഹരി അങ്ങ് പോവാണേ. ആ സമയത്ത് ശരണ്യാണെങ്കിൽ എണീക്കുന്നുണ്ട്. അപ്പോഴേക്ക് തല ചുറ്റുന്നും കണ്ണടഞ്ഞു പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് പിറകെ മറ്റുള്ള ഫ്രണ്ട്സുകളും ഉണ്ട്, കൂടെ രോഹിത്തും ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും ഹരി വെള്ളവുമായിട്ട് എത്തുന്നുണ്ട്. അപ്പോഴും ശരണ്യ പറയുന്നുണ്ട് കേട്ടോ എനിക്കെന്തോ തല ചുറ്റുന്ന പോലെ, ഹരിയേട്ടാ എൻ്റെ അടുത്തുനിന്ന് പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോഫയിലിരുന്ന് നമ്മുടെ ഹരി ചോദിക്കുന്നുണ്ട് നിനക്ക് തല ചുറ്റുന്നുണ്ടെങ്കിൽ അല്പം റിലാക്സ് ചെയ്യാം, കിടക്ക എന്ന് പറയുമ്പോൾ അത് വേണ്ട ഇവിടെ ഇരുന്നാൽ മതി, ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർക്ക് മുകളിലുണ്ട് ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരണ്യയും താങ്ങി പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. എന്നിട്ട് ഫ്രണ്ട്സിനോടും കൂടെ വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ രോഹിത്തിനാണെങ്കിൽ ടെൻഷൻ കൊണ്ടുപോയേ. അപ്പോൾ അതോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.